ഹലോ ഹായ് ഗുഡ് മോർണിംഗ് മക്കളെ, എല്ലാവർക്കും ന്യൂട്ടൻസിന്റെ +1 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് മക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്ന നമ്മുടെ യൂണിറ്റ് 5 രണ്ടാമത്തെ ചാപ്റ്ററിലെ സ്ലീപ്പിനെ പറ്റിയിട്ടാണ്. ടു സ്ലീപ്പ് എന്ന് പറയുന്ന വില്യം വേർഡ്സ്വർത്തിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോം നമ്മുടെ മുന്നിലേക്ക് വന്നു അല്ലേ. എങ്ങനെയാണ് നമ്മൾ ഉറക്കത്തെ കാണേണ്ടത്? നമ്മൾ ഇത്രയും കാലം നോക്കിക്കണ്ടതുപോലെയല്ല യഥാർത്ഥ ഉറക്കമെന്നും ആ ഉറക്കം നമ്മുടെ എല്ലാം തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് എന്ന് തെളിയിക്കുന്ന ഒരു കുഞ്ഞു കവിത അല്ലെ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു കുഞ്ഞു കവിതയാണ്. നമ്മളത് ഭയങ്കര ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓരോ സ്റ്റാൻസ ബേസും പിന്നെയും വായിച്ചു വന്നിട്ടുണ്ട്, എല്ലാം ചെയ്തു വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലെ ആക്ടിവിറ്റീസ് മൊത്തം നോക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ വില്യം വേർഡ്സ്വർത്ത് പറയുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ ഒരു 3-4 വട്ടം അങ്ങനെ സഞ്ചരിക്കണമെന്ന് എപ്പോഴും ക്ലാസ് കഴിയുന്ന സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മക്കളുടെ സ്കിൽസ്, അത് റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ്, ഇതുപോലുള്ള സ്കിൽസ് എല്ലാം തന്നെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് ഒന്നുകൂടി ഒച്ചത്തിലൊക്കെ ഒന്ന് വായിച്ച് നോക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് റൈറ്റിംഗ് സ്കിൽസ് മെച്ചപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കുഞ്ഞു നുറുങ്ങ് കവിതയാണെങ്കിലും എഴുതി, അത് ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിലും മലയാളത്തിലാണെങ്കിൽ മലയാളത്തിലും നിങ്ങളുടെ ഓരോ ലാംഗ്വേജിനെ ഇംപ്രൂവ്മെന്റ് ചെയ്യാനുള്ള ഇടപെടൽ ആര് നടത്തണം? നിങ്ങൾ നടത്തണം എന്നുള്ളതാണ്. അതുപോലെയാണ് എന്റെ ലിസ്ണിംഗ് സ്കിൽസ് അല്ലെ. നമ്മൾ നന്നായിട്ട് നല്ലൊരു കേൾവിക്കാരായിരുന്നാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? പുതിയ വേർഡ്സ്, പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. ഇത് എന്തിനെ സഹായിക്കും? നമ്മുടെ എഴുത്തിനെയും നമ്മുടെ സംസാരത്തെയും സഹായിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ അധികം അത് പറഞ്ഞു പോകുന്നില്ല. എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നല്ല എല്ലാ ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട്, എന്താണ് നമ്മൾ അന്നന്ന് എടുക്കുന്ന പാഠങ്ങൾ അന്നന്നെ വായിച്ചു പോവുകയാണെങ്കിൽ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് പിന്നെ എക്സാം വരുമ്പോൾ മാത്രം നോക്കിയാൽ മതിയാവും അല്ലെ. ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കയറി പോരാവുന്ന പാഠങ്ങളാണ് നമുക്ക് 5ാമത്തെ യൂണിറ്റ് വരെ ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പൊ എന്നാ നമുക്ക് അധികം വൈകിപ്പിക്കണ്ട, നേരെ നമ്മുടെ ഇതിലേക്ക് പോവാം. ടു സ്ലീപ്പിലെ ആക്ടിവിറ്റീസിലോട്ട് പോവാം അല്ലെ. ഒന്നാമത്തെ എന്താണ് ആക്ടിവിറ്റി? റീഡ് ആൻഡ് റെസ്പോണ്ട് ആണല്ലേ നമ്മൾ എടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. I have thought of all by turns. What are the things that the poet thinks of? അല്ലേ, എന്താണ് I have thought of all by turns അല്ലേ. എന്താണ് വരിയായി അല്ലെ, യഥാക്രമം ഞാൻ എല്ലാം തന്നെ ഓർത്തെടുത്തു എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളാണ് ഇവിടെ പോയറ്റ് ആലോചിച്ചത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അതിന്റെ ആൻസർ എങ്ങനെയാ? The leisurely passing sheep, the sound of rain, murmuring bees, fall of rivers, winds and seas, smooth fields, white sheets of water, pure sky, etc. are the things that the poet thinks of. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കേട്ടോ. ഏതൊക്കെയാണ്? ആ ഒന്നാമത്തെ സ്റ്റാൻസയിൽ കാണുന്ന leisurely passing sheep അല്ലെ, അത് നമ്മൾ മെൻഷൻ ചെയ്യാതെ പോകാൻ പറ്റില്ല. ഇങ്ങനെ യഥാക്രമം അദ്ദേഹം ആലോചിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അല്ലെ. The sound of rain അല്ലെ, അദ്ദേഹം ആലോചിച്ചില്ലേ, മഴയുടെ ശബ്ദത്തെ പറ്റി ആലോചിച്ചില്ലേ. Murmuring bees, far off rivers, winds and seas, smooth fields, white sheets of water, pure sky, etc. are the things that the poet thinks of. അതെന്തായാലും ഓർമ്മയുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലെ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. Why couldn't the poet sleep for 3 nights? എന്തുകൊണ്ടാണ് നമ്മുടെ പോയറ്റിന് കഴിഞ്ഞ 3 രാത്രിയായിട്ട് ഉറങ്ങാതിരിക്കാനുള്ള ഒരു ശ്രമം പുള്ളിക്കാരൻ നടത്തിയല്ലോ? എന്തിനു വേണ്ടിയിട്ടാണ് അത്? The thoughts of the leisurely passing sheep, the sound of rain, murmuring bees, fall of rivers and winds and seas, smooth fields, white sheets of water, pure sky, etc. make his sleep running away from him. So he could not sleep for 3 days. അല്ലെ, ഇത്രയും കാര്യങ്ങളാണ് അല്ലെ. ഇതൊക്കെ ആരുടെ മനസ്സിലേക്ക്? അവന്റെ എല്ലാം നമ്മുടെ പോയറ്റിന്റെ മനസ്സിനകത്തേക്ക് വരുന്നു അല്ലെ. അതുകൊണ്ട് ആർക്ക് ഉറങ്ങാൻ വേണ്ടി കഴിഞ്ഞില്ല? നമ്മുടെ പോയറ്റിന് ഉറങ്ങാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നാ പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഡു യു തിങ്ക് ദാറ്റ് സ്ലീപ്പ് എംബ്രേസ്ഡ് ദ പോയറ്റ് ഇൻ ദ എൻഡ്? വൈ അല്ലെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സ്ലീപ്പ് അല്ലെ, ഉറക്കം എന്താണ് പോയറ്റിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് എന്നുള്ളതാണ് ഈ നമ്മുടെ പാഠത്തിന്റെ ആ പോയറ്റിന്റെ അവസാനം ആവുമ്പോഴേക്കും ആ ഉറക്കം നമ്മുടെ പോയറ്റിനെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടോ അല്ലെ, അദ്ദേഹത്തിന് ആ ഉറക്കം കിട്ടിയിട്ടുണ്ടോ, എന്താ അതിന്റെ കാരണം എന്ന് ചോദിക്കുന്നത്. ഓക്കെ, അതിന്റെ ആൻസറിംഗ് ആണ് യെസ്, ഐ തിങ്ക് ദാറ്റ് sleep embraced the poet in the end because the poet requests the sleep not to leave him by any stealth അല്ലേ. എന്താ പറയുന്നത്? അതെ, എന്തായാലും പോയറ്റിന്റെ അടുക്ക് എത്തിയിട്ടുണ്ട് അല്ലെ.
എന്താണ് പോയച്ച് അതുകൊണ്ട് എന്താണ് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായി അല്ലെ, എന്തിനാണ് എന്നെ വിട്ട് പോവരുത് അല്ലെ, സ്ലീപ്പിനോട് എന്നെ വിട്ട് പോവരുത്, നീ ഇല്ലാതെ എനിക്ക് മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് ഭയങ്കരമായിട്ട് എന്ത് പോയച്ചിനല്ലേ, നിന്റെ ഗൂഢനീക്കങ്ങളെല്ലാം തന്നെ എന്താണ് എന്നിലേക്ക് ഉണ്ടാവണല്ലേ, എന്നെ ഉറക്കിക്കളയാനുള്ള ഗൂഢനീക്കങ്ങൾ ഇന്ന് എന്താണ് നീ കാണിക്കാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെയാണ് സ്ലീപ്പിനോട്, ഉറക്കത്തോട് ആര് ചോദിക്കുന്നത്? നമ്മുടെ വില്യം വേർഡ്സ്വർത്ത് പോയറ്റ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, എന്താണ് നാലാമത്തെ ചോദ്യം? How many of you can identify with Wordsworth's experience of lying awake until the birds twittered your John chorus? Okay, എന്താണ് നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഇതുപോലെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടത്? വില്യം വേർഡ്സ്വർത്തിന് ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ആർക്കൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് സംടൈംസ് ഐ എക്സ്പീരിയൻസ് സോ എന്നൊക്കെ വെച്ച് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ ഡു യു തിങ്ക് ദി പോയറ്റ് ഫീൽസ് അറ്റ് ദി സ്റ്റാർട്ട് ഓഫ് ദ പോയം? അല്ലെ, നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ആ പോയറ്റ് അല്ലെ, ആ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ഫീൽസ് എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? At the start of the poem, the poet feels desperation. He longs for sleep. അല്ലെ, അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത്? അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്താണ്? സ്ലീപ്പിന് വേണ്ടിയിട്ടാണ് അല്ലെ. അത് തുടങ്ങുന്ന സമയത്ത് തന്നെ അത് എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഡെസ്പിറേഷൻ മോഡലാണ് അവർക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത എന്താണ്? പിക്ക് ഔട്ട് ഇമേജസ് ഫ്രം ദ പോയം. നമുക്കറിയാലോ ആ പോയത്തിൽ ഒരുപാട് ഇമേജസ് ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് കാണാം അല്ലെ? A flock of sheep that leisurely passes. അല്ലെ, നമ്മുടെ മനസ്സിലപ്പോൾ തന്നെ ഒരു ചെമ്മരിയാട്ടിന്റെ കൂട്ടം ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്, അലസമായിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് നമ്മുടെ മനസ്സിൽ വരില്ലേ? ദ സൗണ്ട് ഓഫ് റെയിൻ പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഒരു ഇമേജ് വരുന്നു അല്ലെ. മർമറിംഗ് വീസ് എന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ഇമേജ് ഉണ്ട്. സ്മൂത്ത് ഫീൽഡ് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ആ ഒരു അത്രയും മൃദുവാർന്ന ഒരു പാടത്തിന്റെ ഒരു കാഴ്ച നമ്മുടെ മനസ്സിൽ വരുന്നില്ലേ? വൈറ്റ് ഷീറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു അല്ലെ. വെള്ളത്തിന്റെ ആ ഒരു വെള്ള കളറുള്ള മേലത്തെ തലപ്പിനെ ആണ് വൈറ്റ് ഷീറ്റ് ഓഫ് വാട്ടർ എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ പറയണത് അല്ലെ. പ്യുവർ സ്കൈ ഇല്ലേ, അപ്പൊ തന്നെ മനസ്സിനകത്തേക്ക് നമുക്ക് ക്ലീൻ ആയ ഒരു ആകാശം നമ്മുടെ മുന്നിലേക്ക് വരികയാണ് അല്ലെ. പിന്നെ എന്താ? മെലങ്ക്വറി ക്രൈ ഓഫ് ദ ഫസ്റ്റ് കുക്കു അല്ലെ, കുക്കു ബേർഡിന്റെ എന്താണ് അത്രയും വിഷാദം നിറഞ്ഞ അത്രയും വിരഹം നിറഞ്ഞിട്ടുള്ള ആ ഒരു ശോകഗാനം കേൾക്കുന്നതിന് വേണ്ടി നമ്മുടെ മൈൻഡിൽ വേറൊരു പിക്ചർ വന്നു അല്ലെ. ഇത്രയും കാര്യങ്ങൾ അവിടെ ഒരു ഇമേജസ് ആയിട്ട് നമ്മുടെ പോയത്ത് കൊടുത്തേക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, നമ്മുടെ ഏഴാമത്തെ ചോദ്യം നോക്കുക മക്കളെ. ഏഴാമത്തെ ചോദ്യം ഇതാണ്. Which lines or images do you think are the most effective in conveying the necessity of sound sleep? അല്ലെ, ഇതിൽ ഏത് ലൈനാണ് അതിന്റെ ഇമേജസ് ആണ് എന്താണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് ഈ പറയുന്ന സൗണ്ട് ഓഫ് സ്ലീപ്പിനെ കൺവേ ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. The last three lines are the most effective in conveying the necessity of sound sleep. അല്ലെ, ലാസ്റ്റ് ത്രീ ലൈൻസ് ആ ലാസ്റ്റ് ഒരു ആ ലൈൻസ് ആണ് നമുക്ക് പറയാൻ പറ്റും. എന്താണത്? Without thee thou art all the mornings wealth, come blessed barrier between day and day, cheer mother of fresh thoughts and joyous health. അല്ലെ, എന്താണ്? നീ ഇല്ലാതെ അല്ലെ, നീ ഇല്ലാതെ, അതാണ് വിത്തൗട്ട് ദി അല്ലെ, വിത്തൗട്ട് യു എന്നുള്ളതാണ് ആ മീനിങ് അല്ലെ. വിത്തൗട്ട് യു ആണ് അവിടെ, വിത്തൗട്ട് യു, നീ ഇല്ലാതെ എനിക്ക് എന്താണ് അത്രയും വെൽത്ത് ആയിട്ടുള്ള, വെൽത്ത് എന്ന് വെച്ചാൽ സമ്പന്നമായ പ്രഭാതം, അത്രയും ഭംഗിയുള്ള ആ പ്രഭാതം നീ ഇല്ലാതെ എനിക്ക് കാണാൻ സാധ്യമാവോ? കം ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ അല്ലെ, വന്നെന്നെ എന്താ പറയാ ബ്ലെസ് ചെയ്യൂ. എന്താണെന്ന് വിളിക്കുന്ന മതിലേ എന്നാ വിളിക്കുന്നത്, എന്താണ്? ഒരു വാളായിട്ട് കാണുകയാണ്. എന്തിന്റെ ഇടയിലുള്ള? രണ്ട് ദിവസങ്ങൾക്കിടയിലുള്ള ഒരു ബാരിയർ ആയിട്ടാണ് ഉറക്കത്തെ കാണുന്നത് അല്ലെ. ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയസ് ഹെൽത്ത് അല്ലെ, ആരാണ് ഉറക്കം എന്ന് പറയുന്നത്? മദർ ഓഫ് ഫ്രഷ് തോട്ട്സ്, നല്ല പുതിയ ചിന്തകളുടെ അമ്മ ആണ് ആര്? ഉറക്കം. നല്ല ഉറക്കം കിട്ടിയിട്ട് നമ്മൾ രാവിലെ എണീക്കും ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാറില്ലേ? ഓക്കെ, അതൊക്കെ തന്നെയാണ് ഇത് പറയുന്നത്. ജോയസ് ഹെൽത്ത് എന്ന് വെച്ചാൽ നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, നല്ല ഹെൽത്ത് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ എന്താണ് ജോയസ് ഹെൽത്ത് എന്ന് പറയുന്നതും ഇതൊക്കെ തന്നെയാണ്. ഓക്കെ അല്ലേ? നമുക്ക് എട്ടാമത്തെ ചോദ്യം നോക്കുക. The poem ends in a note of wistful hope and prayer. Do you agree? Why? The poem ends in a note of wistful hope and prayer. അല്ലെ, ഈ പോയം എൻഡ് ചെയ്യുന്നത് ഒരു വിസ്ഫുൾ ആയ ഹോപ്പും അതുപോലെ പ്രയറും വെച്ചാണ്. നിങ്ങൾ അത് അഗ്രി ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാ ചോദിക്കാം. യെസ്, ഐ അഗ്രി, ഞാൻ അഗ്രി ചെയ്യുന്നു.
The poem ends in a note of whisper, hope and prayer. The poet invites the sleep. അല്ലെ, poet എന്ത് ചെയ്യാണ്? Invites the sleep, telling that the sleep is the dear mother of fresh thoughts and joyous health. അല്ലെ, എന്തും പറഞ്ഞിട്ടാണ് അവരെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ അടുത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അല്ലെ, എന്താണ്? ദ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയസ് ഹെൽത്ത് എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? 9ാമത്തെ ചോദ്യം ഇതാണ്. ഡിസ്കസ് ദ ലെങ്ത് ഓഫ് ദ പോയം ആൻഡ് ദ പോയറ്റിക് ഫോം എന്നുള്ളതാണ്. എന്താണ് 9ാമത്തെ ചോദ്യം? എന്താ പറയണത്? ഈ പറയുന്ന പോയവും അതുപോലെ തന്നെ പോയറ്റിക് ഫോംസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനും. ഓക്കെ, ഇറ്റ് ഈസ് എ സോണറ്റ്. ഇതൊരു സോണറ്റ് ആണ്. സോണറ്റ് ഈസ് എ പോയം ഓഫ് 14 lines with a strict pattern of rhyme and rhythm. There are different forms of the sonnet by they share the following thought structure: key area, development, conclusion. Often with a twist, as sonnet is divided in 2 parts. One is octave. The first 8 line is called a octave. The second one is sestet. Sestet എന്താണ്? The last 6 lines നെയാണ് sestet എന്ന് പറയുന്നത്. ഓക്കെ, 10ാമത്തെ ചോദ്യം നോക്കുക. The poet uses several images in the poem like the sound of rain and the rise of fields. Identify the images used by the poet in the poem. അല്ലാതെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, നേരത്തെ ക്വസ്റ്റ്യനിൽ ഉണ്ടായി അല്ലെ. A flock of sheep that leisurely passes, the sound of rain, murmuring bees, smooth fields, white sheet of water, pure sky, melancholy cry of the first cuckoo and birds singing from the orchard trees. അതാണ് ഇല്ലാത്തത് കൂടി എഴുതിയെടുക്കുക. എന്താണ്? birds singing from the orchard trees. അല്ലെ, അത്രയും ഫലം നിറഞ്ഞിരിക്കുന്ന എന്താണ് ആ ട്രീയിൽ നിന്ന് ബേർഡ്സ് സിംഗിങ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിന് മറ്റൊരു ഓർമ്മയായിട്ട് വരുന്നത്. ഓക്കെ, ആക്ടിവിറ്റി 2 നോക്കൂ. എന്താണ് ആക്ടിവിറ്റി 2? നോ ദ പോയറ്റിക് ഡിവൈസസ് ആണ്. അല്ലെ, നമ്മൾക്ക് കുറെ പോയറ്റിക്കൽ ഡിവൈസ് ഇങ്ങനെ പറയുന്നുണ്ടെന്നല്ലാതെ എന്തൊക്കെയാണ് പോയറ്റിക്കൽ ഡിവൈസസ് എന്ന് നമുക്കറിയില്ല. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. 1ാമത്തേത് അലിട്രേഷൻ ആണ്. അല്ലെ, repeated consonant sounds are at the beginning of words placed near each other, usually on the same of the adjacent lines. അല്ലെ, silence surged softly, the furrow followed free. അല്ലെ, എന്താണ്? silence surged softly, consonants, furrow follow free. എന്താണ്? അല്ലെ, അതാണ് ആ പറയുന്ന അലിട്രേഷൻ എന്ന് പറയുന്നത്. അസോണൻസ് നോക്കിക്കേ മക്കൾ, എന്താണ് അസോണൻസ്? repeated vowel sounds in the words placed near each other, usually on the same or adjacent line. ആ സെയിം ആയിട്ടും അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ലൈൻസിലൊക്കെ അങ്ങനെ കാണാം എന്നതാണ്. A host of golden daffodils besides the lake beneath the trees. അല്ലെ, a host of golden daffodils. അല്ലെ, റിപ്പീറ്റഡ് vowel sounds ആണ് അവിടെ വരുന്നത്. അല്ലെ, എങ്ങനെയാണ്? placed near each other, usually on the same or adjacent lines. അല്ലെ, അതിനെയാണ് എന്ത് പറയുന്നത്? അസോണൻസ് പറയുന്നത്. അതിന്റെ ആൻസർ a ghost of golden daffodils besides the lake beneath. അല്ലെ, besides the lake beneath the trees. ഓക്കെ, ഇനി എന്താ? കോൺസണൻസ് ആണ്. എന്താ കോൺസണൻസ്? repeated consonant sounds at the ending of words placed near each other, usually on the same or adjacent lines. അല്ലെ, അതെങ്ങനെയാ? റിപ്പീറ്റഡ് ആയിട്ടുള്ള കോൺസോണന്റ് സൗണ്ട്സ് ആണ്. അത് അത് എവിടെ എത്തണം? എൻഡിങ് വേർഡ്സിലായിരിക്കണം. പ്ലേസ് നിയർ ഈച്ച് അതർ, അത് അടുത്തടുത്തായിരിക്കണം. യൂഷ്വലി ഓൺ ദി സെയിം ഓഫ് അഡ്ജസന്റ് ലൈൻസ്. അല്ലെ, അതെന്താണ്? അധികം അഡ്ജസന്റ് ലൈൻസ് തന്നെയാണ് കിടക്കാറുള്ളത്. ഇഫ് ഷീ ലവ്സ് മീ ദിസ് ബിലീവ് ഐ വിൽ ട്രൈ ഷീ ഷാൾ ഗ്രീവ്. അല്ലെ, എന്താണ്? ഇഫ് ഷീ ലവ്സ് മീ. അല്ലെ, അങ്ങനെയല്ലേ കോൺസോണന്റ് സൗണ്ട്സ്? if she loves me this believe. പിന്നെന്താണ്? I will die. അല്ലേ അല്ലേ എന്താണ്? ഭയങ്കരമായിട്ട് ആ ഒരു കോൺസണന്റ് അടുത്ത ലൈനിലാണെങ്കിലും കയറി 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 ആ വവല് വരിക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ എന്താണുള്ളത്? അടുത്തെന്താണ്? ഓണമറ്റോപോയ എന്ന് പറയുന്ന നമ്മുടെ വേർഡ്സ് ദാറ്റ് സൗണ്ട് ലൈക്ക് ദിയർ മീനിങ്സ്. വേർഡ്സ് എന്താണ്? അതിന്റെ സൗണ്ട് എങ്ങനെ എത്തിക്കും? അവരുടെ മീനിങ്സ് പോലെ തന്നെ ഇരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഓണമറ്റോപോയ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? The sack fell into the river with a splash. സ്പ്ലാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആ സൗണ്ട് അങ്ങനെ തന്നെ സ്പ്ലാഷ് എന്ന സൗണ്ട് തന്നെയായിട്ട് തോന്നുന്നു അല്ലേ? The books fell on the table with
എ ലൗഡ് തം, ബുക്ക് വീഴുമ്പോഴും അതേ ഒച്ച തന്നെയായിരിക്കും തം തന്നെ അല്ലെ. ആ ഒരു അതായത് ആ വീഴ്ചയുടെ ശബ്ദത്തോട് സമാനമായ വാക്കുകൾ വരുമ്പോൾ അതേ സൗണ്ടിനോട് മാച്ച് ചെയ്ത് കാര്യങ്ങൾ തന്നെ വരുമ്പോഴാണ് എന്താ ഓണമച്ചപ്പോയ ഉണ്ടാവുക. ഓക്കെ, അടുത്ത എന്താണ് ഹൈപ്പർബോളാണ്. ഓക്കെ, ആൻഡ് outrageous exaggeration used for effects അല്ലെ. എന്താണ് പുറത്തുനിന്നുള്ള അത്രയും എക്സാഗറേഷൻ എന്താണ് ഈ ഒരു എഫക്റ്റിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ എന്താ അങ്ങനെയാണ്. മൈ ഗ്രാൻഡ് മദർ ഈസ് എ ഓൾഡ് ആസ് ദ ഹിൽസ്, എന്താണ് മലകളോളം പ്രായം അല്ലെ. അത് പുറത്തുനിന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ആ കോൺസെപ്റ്റിനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരികയാണ്, നമ്മുടെ കവിതയിലോട്ട് കൊണ്ടുവരികയാണ് അല്ലെ. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും, ഈ പറയുന്ന രീതിയിൽ ഭയങ്കര അതിൻ്റെ ഒരു ഏറ്റവും ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി എക്സാഗറേഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നും അല്ലെ. അടുത്തെന്താണ് നമ്മുടെ പ്രിയപ്പെട്ട മെറ്റഫറും സിമിലിയും ഒക്കെയാണ് അല്ലെ. മെറ്റഫർ എന്താ? മെറ്റഫർ എ ഡയറക്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ ടു അൺലൈക്ക് തിങ്സ് സ്റ്റേറ്റിംഗ് ദാറ്റ് വൺ ഈസ് ദ അതർ ഓർ ഡസ് ദ ആക്ഷൻ ഓഫ് ദ അതർ അല്ലെ. അല്ലെ എങ്ങനെയാണ് ഇതെങ്ങനെയാണ്? ഡയറക്റ്റ് കമ്പാരിസൺ ആയിരിക്കും, രണ്ട് സംഭവങ്ങൾ തമ്മിലുള്ള കാര്യമായിരിക്കും. അതെന്താണ് ഒന്നിനെ വെച്ച് മറ്റേനെ കമ്പയർ ചെയ്യുന്നത് ഇങ്ങനെ ഒന്നിനെ വെച്ച് മറ്റേതിനോട് പറയുന്നത് പോലെയാണ് തോന്നുന്നത്. എന്താണ് വൺ ഈസ് ദ അതർ ഓർ ഡസ് ദ ആക്ഷൻ ഓഫ് ദ അതർ എന്നുള്ളതാണ്. ഹെർ വോയിസ് ഈസ് മ്യൂസിക് ടു ഹിസ് ഇയേഴ്സ്, അവളുടെ അല്ലെ അവളുടെ ആ ഒരു ശബ്ദം അവന് മ്യൂസിക് ആയിട്ടാണ് തോന്നുന്നത് അല്ലെ. അവന്റെ ചെവികൾക്ക് മ്യൂസിക് ആയിട്ടാണ് തോന്നുന്നത്. സിമിലി എന്താണ് മക്കളെ? A direct comparison of two unlike things using like or as. ഒരുപോലെ ഇല്ലാത്ത സംഭവങ്ങൾ തമ്മിൽ എന്നാല് ഡയറക്റ്റ് ആയിട്ട് കമ്പാരിസൺ നടക്കുന്നത് ലൈക്ക് ഓർ ലൈക്ക് അല്ലെങ്കിൽ ആസ് വെച്ച് കമ്പാരിസൺ നടക്കുന്നതിനാണ് സിമിലി പറയുന്നത്. എന്താണ് എക്സാമ്പിൾ? ഓ മൈ ലവ്സ് ലൈക്ക് എ റെഡ് റോസ്. ഓക്കെ, റെഡ് റോസ്. ഓക്കെ, ഓ മൈ ലവ് ഈസ് ലൈക്ക്, എന്റെ പ്രണയം ഇതുപോലെ ലൈക്ക് എ റെഡ് റോസ് അല്ലെ എന്നാണ് പറയുന്നത്. ഓക്കെ, ആക്ടിവിറ്റി 3 എന്താ? ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ എന്നുള്ളതാണ്. എന്താണ് ഇത്? അതിൽ തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബേസ്ഡ് ഓൺ ദ അബൌട്ട് ഡിസ്കഷൻസ് പ്രിപ്പയർ എ ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ ഓഫ് ദ പോയം ബിയറിംഗ് ഇൻ മൈൻഡ് ദ ഫോളോവിംഗ് ടിപ്സ്. അതായത് നമ്മൾ പോയം വായിക്കുക, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കുക. യൂസ് ദ പ്രസന്റ് ടെൻസ് ആൻഡ് ഡിസ്ക്രൈബ് ദ അനലൈസ് ഇവന്റ് ആൻഡ് ക്യാരക്ടർ ഓഫ് ദ പോയം. ഇതൊക്കെ നിർദ്ദേശങ്ങളാണ് കേട്ടോ മക്കളെ. ഈ തന്നേക്കുന്ന ഒക്കെ നിർദ്ദേശങ്ങളാണ്. ഓക്കെ, നേരെ ആൻസറിലോട്ട് പോവാം അല്ലെ. വില്യം Wordsworth to sleep explains the importance of having sound sleep. It is a natural poem. He considers sleep as morning while the poet thinks of many things turns. He thinks of a flock of sheep that leisurely passes by one after another. The sounds of rain, bees murmuring, the fall of rivers, winds and sails, smooth fields, wide sheets of water and pure sky. He tries to sleep but he cannot capture it. Soon he hears the small birds melodious from his oak trees and the first cuckoo melancholy cry. Okay അല്ലേ? എന്താണ് പറഞ്ഞ ആദ്യം നമ്മൾ തുടങ്ങും വില്യം വേർഡ്സ്വർത്തിന്റെ കവിതയാണ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുക. എന്താണ് ഈ കവിതയുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് പിന്നെന്താ വേണ്ടത്? പിന്നെ നമ്മുടെ കാര്യങ്ങളിലേക്ക് എത്തണം. എങ്ങനെയാണ്? ഇതിൽ ആദ്യത്തെ വരിയിൽ പറയുന്നത് എന്താ അല്ലെ? അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ആ ഒരു 4 ലൈൻസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കണം. പിന്നെ എന്താണ്? ബട്ട് ഹി കനോട്ട് ക്യാപ്ചർ ദ സ്മോൾ ബേർഡ്സ് മെലഡിയസ് ഫ്രം ദ ഓക്യാർഡ് അല്ലെ. ആ ഒരു ഓക്യാർഡിൽ സ്മോൾ മെലഡീസ് ആയിട്ടുള്ള ബേർഡ്സ് പാടുന്നത് കേൾക്കണ്ടില്ല, കുക്കൂസ് മെലങ്കിലി ക്രൈ കേട്ടില്ല എന്നതാണ്. The poet requests the sleep, don't leave him sternly. The hip opinions that sleep is morning wealth. It is the blessed barrier between J and J. ആ ഒരു കവിതയിൽ പറയുന്ന എല്ലാ കാര്യവും ഇവിടെ ഇങ്ങനെ 1 by 1 ആയിട്ട് കൊടുത്തേക്കാണ്. അതല്ല, it is the dear mother of fresh thoughts and joyous wealth. Okay, പിന്നെന്താണ്? വിത്തൗട്ട് ദി വാട്ട് ഈസ് ഓൾ ദ മോർണിംഗ് വെൽത്ത് അല്ലെ. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് മോർണിംഗ് വെൽത്ത്? കം ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ചേ ആൻഡ് ചേ, ചിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ചോയ്സസ്. ദ പോയം ഈസ് സോണറ്റ്. Sonnet contains 14 lines with a strict pattern of rhyme and rhythm. There are different forms of
sonnets, but they share the following thought structure. Okay അല്ലേ? Okay, അതിന്റെ key ideas നോക്കുക. A key idea, development, conclusion on the often with the twist. A sonnet is divided into two parts, octave and sextet. ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? ഇതൊക്കെ പറഞ്ഞിട്ട് ഇത് പറയുന്നുണ്ടായി. ഇത് രണ്ടും നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടായി. ഇത് രണ്ടും കൂടി ഇതിൽ ആഡ് ചെയ്ത് വെക്കണം. പിന്നെ എന്താ റൈം സ്കീമിന്റെ ഇതെങ്ങനെയാണ്? എ ബി ബി എ തന്നെയാണ്. റൈം സ്കീം ഈസ് ദ സെറ്റ് ഇൻ CDC. ഓക്കെ അതും പറഞ്ഞിട്ട് ദ പോയറ്റ് യൂസസ് several images in the poem. Image is a picture created with the poet's choice of words that reader can imagine or recreate. A flock of sheep that leisurely passes, the sound of rain, murmuring bees, smooth fields, white sheet of water, pure sky, melancholy cry of the first cuckoo bird singing from the orchard trees, etc. are some of the images in the poem. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ എന്താണ് നമ്മൾ കണ്ട ഇമേജസിനെ ക്രിറ്റിക്കലി അപ്രിഷിയേറ്റ് ചെയ്ത് എഴുതുന്നതാണ്. സെവറൽ പോയിറ്റിക്കൽ ഡിവൈസ്, ഇനി അവസാനം എന്താണ് പോയിറ്റിക്കൽ ഡിവൈസ് ഒക്കെ ഏതൊക്കെയാ യൂസ് ചെയ്തേക്കുന്നത് എഴുതുക അല്ലേ. അത് കഴിഞ്ഞാണ് സെവറൽ പോയിറ്റിക്കൽ ഡിവൈസ് ലൈക്ക് അലിട്രേഷൻസ്, ഓണമച്ചുപോയ എക്സെട്ര ആർ യൂസ്ഡ് ഇൻ ദിസ് പോയം എന്നുള്ളത് പറയാം. ഇനി അലിട്രേഷൻ നോക്കുക. ബ്ലാസ്റ്റ് ബാരിയർ ബിറ്റ്വീൻ എന്ന് പറയാണ് അല്ലെ, അത് ലിറ്ററേഷൻ ആണ്. ഓംനപചയ bees murmuring, hyperbole, to a mother offers thoughts and joyous health. Okay, ഇത്രയും ഭാഗങ്ങളാണ് എന്തുള്ളത് നമ്മുടെ ഒന്നാമത്തെ ആൻസേഴ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? സെക്കൻഡ് അടുത്തെന്താണ് പറഞ്ഞേക്കുന്നത്? വേർഡ്സ് ടു സ്ലീപ് ടെൽ us how important it is to have a sound sleep in order to remain മെന്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റ് അല്ലെ. നമ്മൾ മെന്റലി ഫിസിക്കലി ഒക്കെ ഫിറ്റ് ആവേണ്ടെങ്കിൽ എന്തൊക്കെ വേണം, ശരിക്കും എന്തൊക്കെ സൗണ്ട്സ് വേണം എന്നൊക്കെയുള്ളതൊക്കെ പറയണം അല്ലേ. ഈസ് ദിസ് വേൾഡ് വേർ എവറിത്തിങ് ഈസ് ഇൻസ്റ്റന്റ് ഓർ ഇൻസ്റ്റന്റ്ലി ഡൺ? ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു അവോയ്ഡ് അൺഹെൽത്തി ഹാബിറ്റ്സ്? ഓക്കെ, നമ്മുടെ ലോകത്തെ പറ്റിയാണ് പറയുന്ന പുതിയ കാലത്തിൽ എന്തൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇത് എങ്ങനെ അവോയ്ഡ് ഇത് നമ്മൾ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു അവോയ്ഡ് അൺഹെൽത്തി ഹാബിറ്റ്സ്. അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ടോ എന്തൊക്കെയാ ചോദിക്കുമ്പോൾ നമ്മൾ ആൻസർ കൊടുക്കണം. സ്ലീപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റിമൈൻ മെന്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റ് അല്ലെ. സ്ലീപ്പ് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. മെന്റലി ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാൻ സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തെന്താ? വാട്ട് വി നീഡ് ഈസ് എ സൗണ്ട് സ്ലീപ്പ് അല്ലെ. എന്താ നമുക്ക് വേണ്ടത്? ഒരു സൗണ്ട് സ്ലീപ്പാണ്. മൂന്നാമത് എന്താ? സ്ലീപ്പിംഗ് ഈസ് ലൈക്ക് റീചാർജിങ് അവർ ബ്രെയിൻ അല്ലെ. സ്ലീപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനെ റീചാർജ് ചെയ്യുന്നത് പോലെ ഇരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത എന്താണ് മക്കളെ? വി മസ്റ്റ് ഹാവ് ആൻ അൺഇൻറ്ററപ്റ്റഡ് സ്ലീപ്പ് ഫോർ 6 to 8 hours. നമുക്ക് 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ നല്ല നീണ്ട സുഖമായ നിദ്ര വേണം എന്നുള്ളതാണ് പറയുന്നത്. അടുത്തെന്താണ്? ക്രോണിക് ലാക്ക് ഓഫ് സ്ലീപ്പ് കോസസ് സീരിയസ് പ്രോബ്ലംസ് അല്ലെ. ശരിക്കും ലാക്ക് ഓഫ് സ്ലീപ്പ് എന്താണ്? ഭയങ്കര സീരിയസ് ആയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ബാക്കി കൂടെ നോക്കാം. എവറിത്തിങ് ഈസ് ഇൻസ്റ്റന്റ് ഇൻ ദ മോഡേൺ വേൾഡ് അല്ലെ. എന്താണ്? പുതിയ കാലത്ത് ഇങ്ങനെയാണുള്ളതെന്ന് പറയണം അല്ലെ. ഈവൻ സ്ലീപ്പിംഗ് ഫീൽസ് ആർ ദ ഫോർ ഇൻസ്റ്റന്റ് സ്ലീപ്പ് അല്ലെ. സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി നമ്മൾ ഉറക്ക ഗുളികളെ പോലും ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് പോയി. ദ നാച്ചർ ഓഫ് ഇൻസ്റ്റന്റ് മേക്ക് അസ് ഹറി അല്ലെ. പുതിയ കാലഘട്ടത്തിൽ അല്ല പഴയ കാലഘട്ടത്തിൽ ആ ഒരു സംഭവം നമുക്കിപ്പോൾ ഇല്ല. ആ ഒരു വ്യത്യാസം നമ്മൾ തിരിച്ചറിയാം. ദ നാച്ചർ ഓഫ് ഇൻസ്റ്റന്റ് ക്രിയേറ്റ്സ് മെനി പ്രോബ്ലംസ് ലൈക്ക് സ്ലീപ്ലെസ്നെസ് അല്ലെ. എന്താണ്? പുതിയ കാലഘട്ടത്തിലെ കുറേ നിമിഷങ്ങൾ എന്താണ് നമുക്ക് ശരിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് സ്ലീപ്ലെസ്നെസ് കൂട്ടുന്നൊരവസ്ഥയാണ്. ഇൻസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് സ്ലീപ്ലെസ്നെസ് ആർ ഇൻറ്റർ കണക്റ്റഡ് അല്ലെ. ഇൻസ്റ്റന്റും അതുപോലെ തന്നെ സ്ലീപ്ലെസ്നെസ്സും അല്ലെ ഹറിയും സ്ലീപ്ലെസ്നെസ്സും ശരിക്കും പറഞ്ഞാൽ ഉള്ളിലൂടെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ദേ കോസ് പ്രോബ്ലംസ് ലൈക്ക് ബ്ലഡ് പ്രഷർ അല്ലെ. ഉറക്കം നഷ്ടപ്പെട്ടത് എന്തിലേക്ക് പോകും? ബ്ലഡ് പ്രഷറിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാവും. ദർ ഈസ് എ സെയിങ് ടേക്ക് മേക്സ് വേസ്റ്റ് അല്ലെ. ദർ ഈസ് എ സെയിങ് ടേസ്റ്റ് മേക്സ് വേസ്റ്റ് അല്ലെ. എന്താണ്? ടേക്ക് മേക്സ് വേസ്റ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ ഏതിന്റെ ഭാഗമായിട്ട് മക്കളെ നമുക്ക് പറയാനുള്ളത്? ടു സ്ലീപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് അല്ലെ. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും ആക്ടിവിറ്റീസിൽ 3 ആക്ടിവിറ്റീസ് നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. ആ 3 ആക്ടിവിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ നമുക്ക് നന്നായിട്ട് നോക്കേണ്ടതുണ്ട്.
നമ്മുടെ പാഠത്തിലെ മറ്റുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഈ പാഠം അല്ല നമ്മുടെ ഈ പോം കുഞ്ഞു പോമാണ്, നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് പോലും വേണ്ടത് വായിച്ചെടുക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ഒരു പോമാണ് വില്യം വേർഡ്സ്വർത്തിന്റെ ടു സ്ലീപ്പ്. അപ്പൊ അതിനൊന്ന് നന്നായിട്ട് 5-6 വട്ടം ഒന്ന് വായിച്ചെടുക്കുക. നമ്മുടെ മനസ്സിൽ ആരെന്തൊക്കെ ചോദിച്ചാലും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് നമുക്ക് തന്നെ കൊടുക്കാൻ പാകത്തിലുള്ള ആളുകളായിട്ട് നമ്മൾ മാറണം. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കുക അല്ലെ, ഒന്നാമത്തെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിരുന്നു. അതുമുതൽ ഇങ്ങോട്ടേക്ക് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ആണെങ്കിലും പോളിറ്റിക്കൽ ഡിവൈസസ് ആണെങ്കിലും നമ്മുടെ ഈ ലാസ്റ്റ് നോക്കിയിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണെങ്കിലും ചെക്ക് ചെയ്തേ മതിയാവുള്ളൂ. അത് നന്നായിട്ട് നോക്കിയിട്ട് മക്കൾ നന്നായി നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് മെച്ചപ്പെട്ട് പോകണമെങ്കിൽ നമ്മൾ നന്നായിട്ട് വായിച്ചുകൊണ്ടേയിരിക്കുക. നല്ല റീഡിംഗ് ഹാബിറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് നമ്മുടെ റീഡിംഗ് ഹാബിറ്റിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിനകത്തേക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ എക്സാംസിന് നമുക്ക് നല്ല സ്കോർ ന്യൂട്ടൺസിലൂടെ വാങ്ങാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പൊ മക്കളെ എന്തായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സിന്റെ കൂടെ നോക്കാനുണ്ട്. ഓക്കെ, അപ്പോ അതുവരെ മക്കൾ നന്നായിട്ട് വായിക്കാം, പ്രാർത്ഥിക്കുക, പഠിക്കുക, നല്ല കുട്ടികളായിട്ടിരിക്കാം. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു പാഠവുമായി ബന്ധപ്പെട്ട് കാണാം. അതുവരെ ബൈ.